ഹലോ, ശരത് കൊച്ചിക്കാരനാണ്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നേക്കണേണ്. വേറെ ഒന്നല്ല, നമ്മുടെ ചെന്നൈ പഞ്ചാബ് മാച്ചിൻ്റെ ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ചെന്നൈയുടെ ബാറ്റിംഗ് കഴിഞ്ഞ് ഏകദേശം 209 റൺസാണ് ചെന്നൈ നേടിയിരിക്കുന്നത്. അപ്പോൾ പഞ്ചാബിന് ജയിക്കാൻ 210 റൺസ് വേണം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോൻ്റെ അടിയിൽ ആദ്യം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ആര് ജയിക്കുമെന്നൊന്ന് പ്രഡിക്ഷൻ നടത്തിയിട്ടൊന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ ഞാൻ വേറെ ഒന്നല്ല പറയാൻ വന്നത്, ഇന്ന് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ഇന്നും നമ്മളെ ഒന്ന് നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് വെറും 7 റൺസാണ് സഞ്ജു എടുത്തിരിക്കുന്നത്. ഇന്ന് വെറും 7 റൺസാണ്. അപ്പം അതുപോലെ തന്നെ സഞ്ജു ഇന്ന് ഫോം ആകാൻ പറ്റിയില്ല. അപ്പം ഇന്ന് അതിന് പകരക്കാരനായിട്ട് ഫോം ആയിക്കണ ആയുഷ് മേത്രയാണ്. ആയുഷ് മേത്ര ഇന്ന് 70 സംതിങ് റൺസ് എടുത്ത് ചെന്നൈനെ ഏകദേശം നല്ല സ്കോറിൽ എത്തിക്കാനായിട്ട് മുഖ്യ പങ്ക് വഹിച്ചിരിക്കുകയാണ് ആയുഷ് മേത്ര. പിന്നെ ഋതുരാജ് ഗെയ്ക്വാദ് ഇന്നും അതുപോലെ തന്നെ ഏകദേശം കുറച്ച് സ്ട്രൈക്ക് മാറി റൊട്ടേൻ ചെയ്ത് സ്ട്രൈക്ക് മാറി കുറച്ച് കളിച്ച് അങ്ങനെ നിസാർ റൺസ് എടുത്ത് ഋതുരാജ് ഗെയ്ക്വാദും ഔട്ടായി. അപ്പോൾ ചെന്നൈനെ ഇന്ന് 209 റൺസ് എടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആയുഷ് മേത്രയ്ക്ക് ഒരു അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മുടെ സൂപ്പർ ഡൂപ്പർ ഫിനിഷർ ശിവൻ ദൂബയുടെ ഉജ്ജ്വല ബാറ്റിങ്ങിലൂടെയാണ് ഈ ചെന്നൈ അങ്ങനെ 209 റൺസിലെത്തിയത്. അപ്പോൾ എല്ലാവരും പറയണം സഞ്ജു ഇന്നും ഫോമായില്ല, അപ്പോൾ സഞ്ജു ഇന്ന് എല്ലാവരെയും നിരാശപ്പെടുത്തി എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് സഞ്ജു ഇന്ന് നിരാശപ്പെടുത്തി, അത് ശരിയാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് സഞ്ജുവിൻ്റെ ദിവസമല്ല എന്നാണ് ഞാൻ പറയുന്നത്. നമുക്കിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും സഞ്ജു നല്ലൊരു പ്ലെയറാണെന്ന് നമുക്ക് എന്തായാലും ഉറപ്പാണ്. സഞ്ജു നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നതും ഇന്ത്യനെ വേൾഡ് കപ്പ് പഠിപ്പിച്ച ഒരു പ്ലെയറാണ് സഞ്ജു. അപ്പോൾ ആരും സഞ്ജുവിൻ്റെ ഇന്നത്തെ ദിവസത്തിന് സഞ്ജുവിനെ ആരും കുറ്റപ്പെടുത്തണ്ട. എല്ലാവർക്കും എല്ലാവരുടേമായ ഒരു ദിവസമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ 2 മാച്ച് ആയിട്ടുള്ളൂ. ഇനിയും കുറേ കളികളുണ്ട്. സഞ്ജു അപ്പോൾ എന്തായാലും തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ എന്തായാലും സഞ്ജു സാംസന് ഇപ്പോൾ അടുത്ത കളി നല്ല രീതിയിൽ കളിക്കാൻ പറ്റട്ടെന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിപ്പോൾ അടുത്ത പറയാന്ന് വെച്ചാൽ ആയുഷ് മേത്ര നല്ല ബാറ്റ്സ്മാനാണ്. പക്ഷേ ആയുഷ് മേത്ര നല്ലൊരു കളിയാണ് കളിച്ച്. പക്ഷെ 2 ക്യാച്ച് ആയുഷ് മേത്രയുടെ എന്തോ ലക്കിന് 2 ക്യാച്ച് നഷ്ടപ്പെട്ട്, അപ്പോൾ ക്യാച്ച് പോയി. അത് കാരണം നമുക്ക് നല്ലൊരു സ്കോർ കിട്ടി. അപ്പോൾ ആയുഷ് മേത്രയെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയുടെ ബാറ്റിംഗ് അത്ര രീതിയിൽ നല്ലൊരു സ്റ്റേബിൾ ബാറ്റിംഗ് ഉള്ള എന്നുള്ള രീതിയിലാണ് ഞാൻ പറയണത്. എൻ്റെ ഒരു അഭിപ്രായം മാത്രം ഉണ്ടത്, മറ്റുള്ളവരെ ഇതാക്കാനല്ല. പിന്നെ ലാസ്റ്റ് സഫ്രാസ് ഖാൻ വന്നിട്ട് നല്ലൊരു ബാറ്റിംഗ് നടത്തി. സഫ്രാസ് ഖാൻ പക്ഷെ ഒരു 10 ബോൾ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ, 32 റൺസ് എടുത്ത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ ടീമിൻ്റെ ബാറ്റിങ്ങും കൂടി ഒന്ന് നല്ല രീതിയിലാക്കണം. പിന്നെ പഞ്ചാബിന് വേണ്ടി നല്ല ഹർഷദീപ് സിംഗ് നല്ല രീതിയിൽ ബോൾ എറിഞ്ഞിട്ടുണ്ട്. ഹർഷദീപ് സിംഗ് ലാസ്റ്റ് ഓവർ നല്ല രീതിയിൽ ഹർഷദീപ് സിംഗ് എറിഞ്ഞ്. പിന്നെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശാന്ത് വീരെന്നും പറഞ്ഞ് ഒരു 14 കോടി മുടക്കിയിട്ട് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി നല്ല രീതിയിൽ ബാറ്റ് ചെയ്ത് കണ്ടില്ല. അപ്പോൾ ചെന്നൈയുടെ ബാറ്റിംഗ് ഒന്നും കൂടി ഒന്ന് നന്നാക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ചെന്നൈയുടെ ബാറ്റിംഗ് അത്ര രീതിയിൽ എനിക്ക് കളി കണ്ടിട്ട് അത്ര നല്ല രീതിയിൽ വിലയിരുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ എങ്ങനെയൊക്കെ ചെന്നൈ ഒരു 209 റൺസ് അടിച്ച് എന്ന് പറയാം. അപ്പോൾ ലാസ്റ്റ് ആയുഷ് മേത്രയുടെയും മറ്റേ സഫ്രാസ് ഖാൻ്റെയും ശിവൻ ദൂബയുടെയും 3 പേരുടെ മികവിലാണ് ചെന്നൈ 209 റൺസ് അടിച്ചത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ അടുത്ത ബാറ്റിംഗ് കണ്ടിട്ട് ചെന്നൈയുടെ വിജയത്തിനായി കാത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ചെന്നൈ വിജയിക്കോ ഇല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഒന്ന് ഈ ആരാ ജയിക്കണമെന്നൊന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചെന്നൈ ജയിച്ചതിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വേറെ ഒന്നുമില്ല, ഈ ഒരു മാച്ചിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര പെട്ടെന്ന് വന്നത്. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് ദയവായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ വെച്ച് നിർത്തുന്നതാണ്. സൈനിങ് ഔട്ട് ഓഫ് ശരത് കൊച്ചിക്കാരൻ. ഓക്കെ.